ഹായ് ഹലോ. അപ്പൊ നമ്മുടെ 20 മാർക്കിന്റെ മൊഡ്യൂൾ പഠിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? പല ആരോഗ്യ പദ്ധതികളെ പറ്റിയിട്ടും പഠിച്ചു അല്ലേ? ഇനി നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് വിവിധ ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികളെ പറ്റിയിട്ട് പഠിക്കാനായിട്ട്. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നോക്കുന്നത്. പിന്നെ ഇനിയും ഒരുപാട് പദ്ധതികളുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ഇതെല്ലാം വേറെ വേറെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പഠിപ്പിച്ചു തരാം. അങ്ങനെ പഠിച്ചാലേ ഈ 20 മാർക്കിന്റെ മൊഡ്യൂൾ തീരുള്ളൂ. ഓക്കെ, വളരെ വേഗമായിട്ട് ജസ്റ്റ് ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾ എന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ തരം പദ്ധതികളെ പറ്റിയിട്ടും പഠിക്കണം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കുറച്ച് ഡ്രൈ ഏരിയ ആണ് അറിയാം, എന്നാലും കൂടെ നിൽക്കുക, അവസാനം വരെ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ അതിന്റെ ഗുണം കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? 1-2 തവണ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഈ പദ്ധതികളൊക്കെ നിങ്ങളുടെ തലയിൽ ഉറയ്ക്കും. എന്നിട്ട് നോട്ടും കൂടി ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നോക്കൂ, കുടുംബശ്രീ. കുടുംബശ്രീ എന്ന് പറയുന്നത് സ്ത്രീകളെ പറ്റിയിട്ടുള്ള പദ്ധതികളെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട സംഭവമാണ് എന്ത്? കുടുംബശ്രീ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ കുടുംബശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപിക്കപ്പെട്ടത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണ സംരംഭങ്ങള് കൂടുതൽ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബശ്രീ സ്ഥാപിച്ചത്. 1997 കുടുംബശ്രീ സ്ഥാപിക്കപ്പെടുന്നത്. 3 ടയർ സ്ട്രക്ചർ ആണ് ഉള്ളത് അല്ലേ? നമ്മുടെ അടുത്ത വീടുകളിലൊക്കെ സ്ത്രീകൾ കൂടിയിരുന്ന് കാണാറില്ലേ? അതിനെയാണ് നൈബർഹുഡ് ഗ്രൂപ്പ് NHGS എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് എന്താണ്? വാർഡ് ലെവലില് എന്താണ്? ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റീസ് ഉണ്ട്. അതാണ് ADS. ഓക്കെ, ADS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2ാം തലത്തിലാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റീസ് കേട്ടോ. അടുത്തത് മൂന്നാമത്തത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റീസ് ആണ്, CDS. അത് ലോക്കൽ ഗവൺമെന്റ് ലെവലിലാണ്. അങ്ങനെ 3 തലത്തിലാണ് എന്തുള്ളത്? നമ്മുടെ കുടുംബശ്രീ ഉള്ളത്. നൈബർഹുഡ് ഗ്രൂപ്പ്സ് NHGs, അടുത്തത് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റീസ് ADS, പിന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റീസ് ലോക്കൽ ഗവൺമെന്റ് ലെവൽ. ഓക്കെ, അപ്പൊ കുടുംബശ്രീയുടെ കുറെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ ഞാൻ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയുടെ പേര് എന്ത്? എന്താണ് തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയുടെ പേര്? കേരളശ്രീ എന്നാണ് കേട്ടോ. കേരളശ്രീ എന്നാണ് കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയുടെ പേര്. അടുത്തത് കുടുംബശ്രീയുടെ 3 തൂണുകൾ ഏതൊക്കെയാണ്? സൂക്ഷ്മ വായ്പ, സംരംഭകത്വം, ശാക്തീകരണം. ഓക്കെ, കുടുംബശ്രീയുടെ 3 തൂണുകൾ ഏവ? സൂക്ഷ്മ വായ്പ, അതായത് ഈ മൈക്രോ ക്രെഡിറ്റ് എന്ന് പറയില്ലേ, അതിനെയാണ് സൂക്ഷ്മ വായ്പ എന്ന് പറയുന്നത് കേട്ടോ. സംരംഭകത്വം, ശാക്തീകരണം, ഇതാണ് കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. 3 pillars ഓഫ് കുടുംബശ്രീ എന്ന് പറയുന്നത് സൂക്ഷ്മ വായ്പ, സംരംഭകത്വം, ശാക്തീകരണം. മികച്ച കുടുംബശ്രീനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ദൂരദർശനിൽ നടത്തിയ റിയാലിറ്റി ഷോയുടെ പേരെന്ത്? എന്താണ് ആ പേര്? ഇനി ഞങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ മികച്ച കുടുംബശ്രീനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ദൂരദർശനിൽ നടന്ന റിയാലിറ്റി ഷോയുടെ പേരാണ് ഇനി ഞങ്ങൾ പറയാം. ഇനി ഞങ്ങൾ പറയാം. കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. തെളിമ എന്ന് പറയുന്നത് എന്താണ്? കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ജീവൻ ദീപം. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത്? ജീവൻ ദീപം എന്ന് പറയുന്നത്. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏത്? തീർത്ഥം. കേട്ടോ, തീർത്ഥം എന്നാണ് കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി. ഓക്കെ, തീർത്ഥം ട്ടോ, തീർത്ഥം. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ നിന്ന് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സ്ത്രീ ഷോപ്പി. സ്ത്രീ ഷോപ്പി. ഈ പല കുടുംബശ്രീകളും പല ഈ കറിപ്പൊടികള്, അതുപോലെ തന്നെ അരിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. പിന്നെ പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇതെല്ലാം വിൽപ്പനയ്ക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ഏറിയ പരിപാടിയാണ്. അതിനു വേണ്ടിയുള്ള പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? സ്ത്രീ ഷോപ്പി എന്ന് പറയുന്നത് കേട്ടോ. സ്ത്രീ ഷോപ്പി. അതിഥി തൊഴിലാളികൾക്കായി കുടുംബശ്രീ പദ്ധതിയായ ഹമാരെ ബായ് ഓർ ബഹൻ ആരംഭിച്ച ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ്. അപ്പൊ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ ഒരു പദ്ധതി ആരംഭിച്ചു. അതിന്റെ പേരാണ് ഹമാര ബായ് ഓർ ബഹൻ. ഓക്കെ, അത് എവിടെയാണ്? പാലക്കാടിലാണ് ആരംഭിച്ചത്. ഓക്കെ, കുടുംബശ്രീ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ്. അപ്പൊ വീടുകളിൽ നിന്ന് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് എന്തായിരുന്നു? സ്ത്രീ ഷോപ്പി.
ഇനി മാർക്കറ്റിൽ നിന്ന് വീട്ടിലോട്ട് എത്തിക്കുന്ന എന്താണ്? ഹോം ഷോപ്പ്. കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായ ഹസ്തം. കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായ ഹസ്തം. ഓക്കെ. ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായ സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം നൽകി അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. അപ്പൊ സ്നേഹസ്പർശം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂഷണത്തിന് വിധേയരായിട്ട് അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാവുന്ന അഗതി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതിന്റെ പേരെന്താണ്? സ്നേഹസ്പർശം. കേട്ടോ, സ്നേഹസ്പർശം. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് മാതൃയാനം. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതി മാതൃയാനം. കേരള സർക്കാർ നടപ്പിലാക്കിയ ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതി അമ്മ മനസ്സ്. കേട്ടോ, കേരള സർക്കാർ നടപ്പിലാക്കിയ ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് അമ്മ മനസ്സ്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് നടപ്പിലാക്കുന്ന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കാതോർത്ത്. അപ്പൊ കാതോർത്ത് എന്ന പദ്ധതി സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് കൊടുക്കുന്നതാണ്. ആരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്? സംസ്ഥാന ശിശു വികസന വകുപ്പാണ് കേട്ടോ. സംസ്ഥാന ശിശു വികസന വകുപ്പാണ്. വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ആദ്യ 2 വർഷം മാസം തോറും 2000 രൂപ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി. വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ആദ്യ 2 വർഷം മാസം തോറും 2000 രൂപ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി. വിധവകളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് പടവുകൾ എന്ന് പറയുന്നത് കേട്ടോ. പടവുകൾ. അപ്പോ വിധവകളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ്? പടവുകൾ. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിംഗും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും ഹോമിയോപ്പതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സീതാലയം. അപ്പൊ ഹോമിയോപ്പതി വകുപ്പാണ് സീതാലയം നടപ്പിലാക്കുന്നത്. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിംഗും നൽകുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? സീതാലയം. ഓക്കെ. ഏകാശ്രയമായ കുടുംബനാഥൻ രോഗബാധിതനായി കിടക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അതിജീവിക. അതായത് കുടുംബനാഥൻ മാത്രം ജോലിക്ക് പോകുന്ന ഒരു കുടുംബമായിരുന്നു. ആ കുടുംബനാഥനാണെങ്കിൽ രോഗബാധിതരായി കിടപ്പിലാവുകയോ മരിക്കുകയോ ചെയ്തു. ഓക്കെ. അപ്പൊ അത്തരം കുടുംബങ്ങൾക്ക് ആശ്വാസമാകാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് അതിജീവിക. വനിതാ ശിശു വികസന വകുപ്പാണ് നടപ്പിലാക്കുന്നത്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച സംരംഭമാണ് എന്റെ കൂട് എന്ന് പറയുന്നത് കേട്ടോ. എന്റെ കൂട്. ഓക്കെ. അക്രമത്തിനിരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി നടപ്പിലാക്കിയ അഭയകേന്ദ്രമാണ് സ്നേഹിത. കേട്ടോ, സ്നേഹിത. അപ്പോ അക്രമത്തിനിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായിട്ട് കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രമാണ് സ്നേഹിത. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വായ്പ നൽകാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുമിത്രം. കേട്ടോ, അപ്പൊ ന്യൂനപക്ഷ സമുദായത്തിലെ കുട്ടികൾക്കാണത്. അവരുടെ വിവാഹത്തിന് വായ്പ നൽകാൻ വേണ്ടി ആരംഭിക്കുന്ന പദ്ധതിയാണ് സുമിത്രം. വനിതകൾക്കായുള്ള ടാക്സി സർവീസ് ഷീ ടാക്സി. ഇനി നോക്കൂ, ഈ ചെറിയൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഇത് തോന്നുന്നു. അതിന്റെ ഇവിടെ കോമയുണ്ട്. അടുത്ത പോയിന്റ് ആണിത്. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് വരേണ്ടതായിരുന്നു. ഗാർഹിക പീഡനത്തിൽ നിന്ന് വനിതകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത് എന്ന് പറയുന്നത്. ഗാർഹിക പീഡനത്തിൽ നിന്ന് വനിതകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്ന് നടത്തുന്നതാണ് രക്ഷാദൂത്. രക്ഷാദൂത് കേട്ടോ. തപാൽ എന്ന് പറയുമ്പോൾ ദൂത് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ആലോചിക്കുക. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ആശാകിരണം. അല്ലെ, ആശാ വർക്കർമാർ ആശാകിരണം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അതിവേഗ പരിഹാരം കാണുന്നതിനായിട്ട് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ്
ആരംഭിച്ച പദ്ധതിയാണ് കാതോർത്ത്. കേട്ടോ, കാതോർത്ത്. ഓക്കെ. അടുത്ത പദ്ധതി നോക്കാം. സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായിട്ട് ആരംഭിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതിയാണ് കേരള വിമൻ ഇൻ നാനോ സ്റ്റാർട്ടപ്പ്, KWINS കേട്ടോ, KWINS. അപ്പൊ സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ പേരെന്താണ്? KWINS, സംരംഭകരായിട്ടുള്ള വനിതകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയാണ് ഈ പദ്ധതി ഉള്ളത്. സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമം. സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താണ്? സമം എന്നാണ് അതിന്റെ പേര് കേട്ടോ, സമം. സ്ത്രീ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്തവിദ്യരായ പെൺമക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് തീരനൈപുണ്യ. അപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്തവിദ്യരായ പെൺമക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതി തീരനൈപുണ്യ. സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് സംസ്ഥാന ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനൽ. കേട്ടോ, സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് സംസ്ഥാന ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനൽ. ഹരിത കേരള മിഷനും കുടുംബശ്രീ മിഷനും സംയുക്തമായി വസ്ത്ര റീസൈക്ലിംഗ് ആരംഭിച്ച പദ്ധതിയാണ് മാറ്റത്തിന്റെ നൂലിഴ. അപ്പൊ വസ്ത്രത്തിനല്ലേ നൂലുണ്ടാവുക, അങ്ങനെ വെച്ച് ആലോചിച്ചാൽ മതി. ഹരിത കേരള മിഷനും കുടുംബശ്രീ മിഷനും സംയുക്തമായി വസ്ത്ര റീസൈക്ലിങ്ങിന് ആരംഭിച്ച പദ്ധതിയാണ് മാറ്റത്തിന്റെ നൂലിഴ. അപ്പൊ ഒരുമാതിരി പദ്ധതികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരാം. ഓക്കെ, അപ്പൊ നന്നായി പഠിക്കുക. ഓരോ പദ്ധതിയും ഒരു 5-6 തവണ വായിച്ചാൽ തന്നെ നിങ്ങളുടെ തലയിൽ ഉറയ്ക്കും. അപ്പൊ ക്ലാസ് ഒരു 2 തവണ കേട്ടാൽ മതി. ഓക്കെ, നോട്ട് ഒരു 2 തവണ വായിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യുക. അപ്പൊ അത് സെറ്റ് ആവും. കുറെ പദ്ധതി ഉണ്ടെന്ന് അറിയാം, എല്ലാം ഭയങ്കര കൺഫ്യൂസിങ് ആണെന്നും അറിയാം. പക്ഷെ നമുക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നല്ലോണം പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.